ഗുജറാത്തിൽ ഒരു വിവാദം ഇപ്പോൾ കത്തുകയാണ്. ഗോമതിപൂർ ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ കത്തുന്നത്. ഇതിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഇതിൽ ബാധിക്കപ്പെട്ടവരുടെയും വാക്കുകൾ ഞാൻ പറയാം. അതായത് ഈ ഗോമതിപൂർ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയയുണ്ട്. ഇവിടെ റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായി ധാരാളം കടകളും രണ്ട് മതപരമായിട്ടുള്ള ആരാധനാലയങ്ങളും പള്ളികളാണ് അത് രണ്ടും. പിന്നെ പോരാത്തതിന് ധാരാളം വീടുകളും എല്ലാം പൊളിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ഇതിനകത്ത് ധാരാളം ഇല്ലീഗലായിട്ടുള്ള എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരുപാട് അനധികൃത കയ്യേറ്റങ്ങളുണ്ട്. അതായത് റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായി അനധികൃതമായി പണിത ഒരുപാട് കയ്യേറ്റങ്ങളാണ് പൊളിച്ചു മാറ്റിയത് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പൊളിച്ചു മാറ്റിയ മുഴുവൻ കയ്യേറ്റങ്ങളും മുസ്ലിം കുടുംബത്തിൻ്റെതാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഒരൊറ്റ മുസ്ലിം MLA ആയിട്ടുള്ള ഒരാൾ ഇതിൽ പറയുന്നത് ഇത് മുഴുവൻ മുസ്ലിങ്ങളുടെയാണ്. മുസ്ലിങ്ങളെല്ലാം ഇപ്പോൾ തെരുവിലാണ് വന്ന് നിൽക്കുന്നത്. അവർക്ക് പോകാൻ വേറെ മാർഗമില്ല. ഗോമതിപൂർ ജില്ലയിൽ മുസ്ലിങ്ങളെ ഇപ്പോൾ BJP തെരുവിലേക്ക് മാറ്റി BJP അവരുടെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്നാൽ ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ ഇത് ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുറത്തു കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും BBC ഗുജറാത്താണ്. BBC ഗുജറാത്ത് എന്ന് പറഞ്ഞ മാധ്യമം ഇത് പുറത്തു കൊണ്ടുവരുന്നു. ഗോമതിപൂർ പ്രദേശത്ത് റോഡ് വീതി കൂട്ടുന്നതിൻ്റെ പേരിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തിയ പൊളിച്ചുമാറ്റൽ നടപടി നിരവധി മുസ്ലിം കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കി എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ഇവർ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഫെബ്രുവരി 22-നാണ് ഈ സംഭവം നടന്നതെങ്കിലും അടുത്തിടെയാണ് ഇത് പുറത്തു വന്നത്. രണ്ട് മതപരമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെ 160ഓളം കെട്ടിടങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി. ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായി. അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ ക്രൂരമായ പെരുമാറ്റമാണ് ഇതെന്നും പ്രദേശവാസികൾ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു. അതുപോലെ അവർ അന്ന് ഞങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റുന്നു, കൊച്ചുകുട്ടികളുമായി ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ തെരുവിൽ നിൽക്കുന്നു എന്നാണ് ഒരു പ്രദേശവാസിയെ ഉദ്ധരിച്ച് BBC ഗുജറാത്ത് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും വികസനത്തിൻ്റെ പേര് പറഞ്ഞ് നാശം വിതയ്ക്കരുത് എന്നാണ് അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മന്ത്രി ഇതിന് മറുപടിയുമായി രംഗത്തെത്തി. അവർ പറയുന്നത്, അതായത് BJP പറയുന്നത് ഇത് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഈ കെട്ടിയിരിക്കുന്ന പൂർണ്ണമായിട്ടും ഇല്ലീഗലായിട്ടുള്ള എൻക്രോച്ച്മെൻറ്റ്സ് ആണ്. അത് അനധികൃതമായി കയ്യേറി കെട്ടിയതാണ്, റോഡ് കയ്യേറി കെട്ടിയതാണ്, അത് പൊളിച്ചു കളയുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഒരു സമുദായത്തിൻ്റെ മാത്രം കയ്യേറ്റങ്ങളാൽ ആണ് നിങ്ങൾ പൊളിച്ചത് എന്ന് BJPയോട് കോൺഗ്രസിൻ്റെ ഒരൊറ്റ മുസ്ലിം MLA തിരിച്ചടിച്ചു. എന്തായാലും ഗുജറാത്ത് സഹമന്ത്രി ജഗദീഷ് വിശ്വകർമ്മ ട്വിറ്റർ വഴി അടക്കം ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ അത് അനധികൃതമായി കയ്യേറിയത് കൊണ്ടാണ് പൊളിച്ചിരിക്കുന്നത് എന്നാണ് കൃത്യമായി മന്ത്രി പറയുന്നത്. ഗുജറാത്ത് സഹമന്ത്രി ജഗദീഷ് വിശ്വകർമ്മ ചൊവ്വാഴ്ച പറഞ്ഞത് അഹമ്മദാബാദ്, ദ്വാരക, സോംനാഥ് എന്നിവിടങ്ങളിലെ സർക്കാർ ഭൂമി കയ്യേറ്റം ചെയ്തത് ഒരു സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് സമുദായ നേതാക്കളുടെ പിന്തുണയോടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായത്തെ പരാമർശിച്ച് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് കോൺഗ്രസിലെ MLAക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളാണ്. നിയമസഭയിൽ ഗവർണറുടെ പ്രമേയത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ആദ്യ ദിവസത്തെ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 2002 ശേഷം ഗുജറാത്തിൽ ജനിച്ച കുട്ടികൾക്ക് കർഫ്യൂവും വർഗീയ കലാപവും എന്താണെന്ന് പോലും അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതിനുശേഷം BJP ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇതിനെതിരെ സഭയിലെ ഏക മുസ്ലിം MLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇമ്രാൻ ഖേദാവാല എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഗോമതിപൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഈ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് തുടരുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. അതിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.